പാലക്കാട് പാരസെറ്റമോൾ ഗുളികയിൽ കമ്പിക്കഷ്ണം എന്ന് പരാതി. മണ്ണാർക്കാട് പ്രൈമറി ഹെൽത്ത് സെന്ററിൽ നിന്ന് നൽകിയ ഗുളികയിൽ കമ്പിക്കഷ്ണം കണ്ടെത്തി എന്നാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. കുഞ്ഞിന് കൊടുക്കാനായി ഗുളിക പൊടിച്ചപ്പോഴാണ് കമ്പിക്കഷ്ണം കണ്ടെത്തിയത് എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട് നിന്ന്. ശ്രീജിത്ത്, ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പ് ഒരു വിശദീകരണമോ ഒരു സ്ഥിരീകരണമോ നൽകുന്നുണ്ടോ? ഇതുവരെ അങ്ങനെ ഒരു സ്ഥിരീകരണത്തിനോ അല്ലെങ്കിൽ വിശദീകരണത്തിനോ അവർ തയ്യാറായിട്ടില്ല. അവരുടെ പരിശോധന നടക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് കടുത്ത പനി ബാധിച്ച മണ്ണാർക്കാട് സ്വദേശി ആസിഫിന്റെ മകൻ 8 വയസ്സുകാരനെ ഈ പ്രാഥമികാരോഗ്യ കേന്ദ്രം, വെൽനസ് സെന്റർ, ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കുന്നത്. മണ്ണാർക്കാട്ടെ ആ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ ഗുളിക നൽകി. അതിൽ പനിക്ക് ഉള്ള പാരസെറ്റമോൾ ഗുളികയായിരുന്നു അത് 3 ദിവസം കൊടുത്താൽ മതി എന്നായിരുന്നു ഈ കുടുംബത്തെ അറിയിച്ചിരുന്നത്. അങ്ങനെ വീട്ടിലെത്തി ഈ ഗുളിക നൽകാൻ ശ്രമിക്കുന്നതിനിടെ ഈ ഗുളിക പൊട്ടിച്ച് ഒരു കഷ്ണം മാത്രം നൽകിയാൽ മതി എന്നായിരുന്നു നിർദ്ദേശം ഉണ്ടായിരുന്നത്. അങ്ങനെ പൊട്ടിച്ച് ഒരു കഷ്ണം നൽകാൻ ശ്രമിക്കുന്നതിനിടെ ഈ കുട്ടിയുടെ ഉമ്മയ്ക്കാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ ഒരു ചെറിയ കമ്പി കഷ്ണം, ഒരു ലോഹ കഷ്ണമാണ് ശ്രദ്ധയിൽപ്പെട്ടത്. മറ്റു ഗുളികളൊന്നും തന്നെ പൊളിച്ചു നോക്കിയില്ല. ഉടൻ തന്നെ പരാതിയുമായി ആശുപത്രിയിൽ എത്തുകയായിരുന്നു. ഈ മരുന്ന് കമ്പനി വിതരണം ചെയ്ത വിതരണ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം തേടുന്നുണ്ട് ആരോഗ്യവകുപ്പ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കുടുംബം പരാതി പെട്ടുകഴിഞ്ഞു. അവർ അടിയന്തരമായ നടപടി ഈ വിഷയത്തിൽ വേണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഇതുകൂടാതെ മണ്ണാർക്കാട് MLA ഷംസുദ്ദീനും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹവും ആരോഗ്യവകുപ്പ് മന്ത്രിയെ ഈ വിഷയം ധരിപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ മറ്റു ഗുളികകൾ കൂടി പരിശോധിക്കുമെന്ന് ഇതിനകം തന്നെ ആരോഗ്യവകുപ്പിലെ ചില അധികൃതർ അറിയിക്കുന്നുണ്ട്. എന്തായാലും ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് അകത്തേക്ക് കഴിച്ചിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. എന്തായാലും ഈ വിതരണ കമ്പനിയെ കുറിച്ച് കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടത്തണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.